അമ്മയ്ക്ക് മനസ്സുകൊണ്ട് CPM-കാരോടാണ് കുറച്ചൊരിത്. പക്ഷെ ഈ ഞാൻ വലിയ മൂത്ത കോൺഗ്രസ് കുടുംബത്തിലെ ആളാ. അതാണ്. പിന്നെ 10-45 എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചിരുന്നതാണ്. ഈ അടുത്ത കാലത്ത് ചില സംഭവങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ കോൺഗ്രസ് നേതാക്കൾ എനിക്ക് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഈ പ്രത്യേകിച്ച് കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ കൊണ്ട് എനിക്കൊരു ട്രാൻസ്ഫർ വേണം അങ്ങോട്ട് പോകണം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയും അയ്യോ ഇതിനകത്ത് നിങ്ങളിങ്ങനെ പരസ്യമായിട്ട് അടിക്കല്ലേ എന്നൊക്കെ ഞാൻ പേരൊന്നും പറയുന്നില്ല. ഏറ്റവും വലിയ നേതാക്കന്മാരോട് നേരിട്ട് പറയുന്ന ഒരാളാണ്. അയ്യോ അത് നിങ്ങൾ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മുറിക്കകത്തിരുന്ന് പറ, ജനത്തിന് തോന്നരുത് നിങ്ങളൊക്കെ തമ്മിൽ അടിയാണെന്ന് തോന്നരുത്. കാരണം അപ്പോഴ് അതൊരു ഇപ്പം എന്നെ പോലെയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയൊക്കെ ഉള്ള കാലം ഞാനത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് എൻ്റെ അമ്മയ്ക്കൊക്കെ കൈപ്പത്തി അല്ലാതൊരു ചിഹ്നം അറിഞ്ഞുകൂടാ. അയ്യോ അമ്മ കരയും അപ്പോഴ്. അപ്പം അത് ഞങ്ങൾ അമ്മയെ പറ്റി ഒരു കഥ വരെ ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരിക്കൽ അമ്മടുത്ത് അമ്മ ഇത്തവണ വേറെ അദ്ദേഹത്തിന് കൊടുത്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത് എന്നൊക്കെ വിചാരിച്ചാൽ പോയത്, പക്ഷേ എൻ്റെ മുളയിലെ കൈപ്പത്തി കണ്ടപ്പോൾ എനിക്ക് ഇന്ദിരാഗാന്ധിയുടെ കൈപ്പത്തി ഓർമ്മ അമ്മ കരയുക. അപ്പം അത്രയ്ക്ക് ഈ പാർട്ടി എന്നുള്ളതിലുപരിയായിട്ട് ചില വ്യക്തികളെ ബഹുമാനിച്ചിരുന്നു എല്ലാവരും അല്ലേ. പിന്നെ എൻ്റെ അച്ഛൻ വല്യച്ഛന്മാർ കൈനിക്കര കുടുംബം എന്ന് പറഞ്ഞ് ചങ്ങനാശ്ശേരി പെരുന്നേലാണ് തറവാട്. അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനൽ ഗാന്ധിസം അതായത് ഗാന്ധിയന്മാരായിട്ട് ജീവിച്ചവരാണ്.